അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു എഗ് ബട്ടർ മസാലയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റിൽ മുട്ട വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു എഗ് ബട്ടർ മസാല. ബട്ടർ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ചപ്പാത്തി, പൊറോട്ട, അപ്പം, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിൽ ക്രീമൊന്നും ചേർക്കുന്നില്ല. ക്രീമൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് ബട്ടർ മസാല തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. മുട്ട ഞാൻ അതിൽ തന്നെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 പേർക്കൊക്കെ ചപ്പാത്തിയുടെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ആ ഒരളവിലാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എഗ് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒക്കെ എടുക്കാം കേട്ടോ, വെളിച്ചെണ്ണ എടുക്കണ്ട. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് നമുക്ക് ഒരു ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം ചേർക്കുമ്പോൾ കൂടി പോരുത്. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, കൂടി പോരുത്. ഇനി ജീരകമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു തുടങ്ങിയതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചേർത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള സവാള. സവാള ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്നങ്ങ് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ വെളുത്തുള്ളിയും ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ഒന്നങ്ങ് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അധിക സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നങ്ങ് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടർ മസാല അധികം എരിവ് ഉണ്ടാവില്ല, ചെറുതായിട്ടൊരു എരിവും പുളിയും പിന്നെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും. അപ്പോൾ നമുക്ക് അധികം എരിവില്ലാതെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മളൊരു എരിവിനനുസരിച്ചിട്ട് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി ഇല്ലയെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, ചെറുതായിട്ടൊരു കളർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്, സവാളയേക്കാളും കൂടുതൽ തക്കാളി വേണം. ഒരു സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, തക്കാളി 2 എണ്ണം. പിന്നെ കാഷ്യൂനട്ട് ചേർക്കാം. കാഷ്യൂനട്ട് ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ തക്കാളിയും കാഷ്യൂനട്ടൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. നമ്മളിതിൽ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് അങ്ങ് അടി പിടിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഞാനിത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കാഷ്യൂനട്ടൊന്നും തരിതരിയായിട്ട് കിടക്കാതെ നന്നായിട്ട് അങ്ങ് അരയണം. ഇനി അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരക്കാം കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് വേറൊരു പാന് ചൂടാവാനായിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഞാൻ ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. മുഴുവനായിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ, ഒന്ന് വരഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ മുട്ട ഇതുപോലെ ഒന്ന് പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുള്ള പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പ്. നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നേ തീ നന്നായിട്ട് അങ്ങ് കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞഭാഗം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കത്തി ഒന്ന് നനച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മഞ്ഞഭാഗം പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് കിട്ടും. പിന്നെ നമ്മൾ മുട്ട ഈ ഓയിലിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ മഞ്ഞ അടിയിലായിട്ട് വരുന്ന രീതിയിൽ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മറ്റേ ഭാഗത്തും മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ കുറച്ച് സമയം ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മുട്ട നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് സമയം ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ മുട്ടയൊക്കെ മസാല പിടിച്ച് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പാനിൽ മാറ്റി വെക്കാം. പുഴുങ്ങിയ മുട്ട ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് ഓയിലിട്ടൊന്ന് മൊരിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മുട്ടക്കറി മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. മസാലയും ഉപ്പൊക്കെ പിടിച്ചിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മുട്ട മാറ്റി വെച്ച ശേഷം ഞാൻ ഈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി സോസിൻ്റെ ആ ഒരു മണം ഒന്ന് മാറി വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സോസും ബട്ടറും ഒക്കെ നന്നായിട്ട് അങ്ങ് മിക്സായി ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല അരച്ചെടുത്തുള്ള മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാല എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പശുവും പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബട്ടർ മസാലയ്ക്ക് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ സോസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തീരെ മധുരം തോന്നുന്നില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കാം കേട്ടോ. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ ചേർക്കാം. നമ്മളിതിൽ പാല് ചേർത്തിട്ടുള്ളതുകൊണ്ട് ക്രീം ചേർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ക്രീമൊന്നും ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി പൊടിഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ കറി ഒന്നും കൂടെ കുറുകി നല്ല പാകമായിട്ട് വരും. ഇനി കറി ഇത്രയും തിക്കായിട്ട് വേണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ചും കൂടെ വെള്ളം ചേർത്താൽ മതി കേട്ടോ. കുറച്ച് തിക്കായിട്ട് തന്നെ വേണം, അപ്പോഴാണ് ടേസ്റ്റ്. ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും അതുപോലെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നാടൻ ചോറില്ലാത്ത വേറെയുള്ള റൈസുകളുടെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.